നമുക്ക് ഹോപ്പ് ചെയ്യാനേ പറ്റൂ. അയ്യപ്പൻ കരുതി വെച്ചിട്ടുണ്ട്, ഇവന്മാർക്കെല്ലാം കൊടുക്കും. ഈ ദേവസ്വം ബോർഡിൽ നിങ്ങൾ വേണമെങ്കിൽ അന്വേഷിച്ച് നോക്കും, വേണമെങ്കിൽ ഒരു സീരിയൽ നടത്തി നോക്കും. ദേവസ്വം ബോർഡിൽ നിന്ന് കൊള്ള ചെയ്തുകൊണ്ട് പോയ സകലവനും വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളാണ്, ഒരുപാട് അന്വർത്ഥങ്ങളാണ് അവരെ വീട്ടിനകത്ത്. ഒരുത്തനും സമാധാനമില്ല. അപ്പോൾ പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. എൻ്റെ കൂടെ പഠിച്ച ഒരു അസിസ്റ്റന്റ് കമ്മീഷണർ ഭയങ്കര മിടുക്കൻ, ഭയങ്കര അവസാനം ഡെപ്യൂട്ടി കമ്മീഷണറായി. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞ്, ഞങ്ങൾ ഒരു ബെഞ്ച് ചെയ്യുന്ന പഠിച്ചാണ്, ഞാൻ പറഞ്ഞു, എടാ നിനക്ക് കുഷ്ഠം വരുവാടാ, നീ ഇങ്ങനെ അയ്യപ്പൻ്റെ, ഞാൻ അന്ന് അവിടെ ജോലി ചെയ്യണം, അവൻ അന്ന് സസ്പെൻഷനിലാണ്. അപ്പോൾ അവൻ പറയാണ്, എടാ നിന്നെ പോലീസിലെടുത്തത് അയ്യപ്പൻ, ഞങ്ങളെ ഇതിനകത്ത് എടുത്തത് അയ്യപ്പൻ. അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്, അദ്ദേഹത്തിന് ഒന്നിലും താല്പര്യമില്ല. അപ്പം ഞങ്ങൾക്ക് അതിനുള്ള യോഗ്യതയുണ്ട്, നിനക്കതിനുള്ള യോഗ്യതയില്ല, ഞങ്ങളിതെല്ലാം എടുക്കും. ഞാൻ പറഞ്ഞു, എടാ നിനക്ക് ക്ഷയവും നിങ്ങൾക്ക് ക്യാൻസർ എല്ലാം കൂടെ വരുവാണെന്ന്. അപ്പം അവൻ പറഞ്ഞ ഉത്തരം, ആ ഉത്തരമാണ് ഈ എല്ലാ ദിവസവും ഈ കറക്റ്റായിട്ടുള്ള ഈ പിടിച്ചോരി നടത്തണമാരുടെ മനസ്സിൽ. അവൻ പറഞ്ഞ ഉത്തരം, ഇടാ 75 വയസ്സ് കഴിഞ്ഞ് എന്തെങ്കിലും വന്നാലും പ്രശ്നമൊന്നുമില്ല, നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കുമല്ലോ. അതാണ് ആ ഒരു കോൺഫിഡൻസ് ആണ് അതുകൊണ്ട് അതാണ് ഇവരെ പ്രേരിപ്പിക്കുന്നത്. ഇതേപോലെ ദേവിയുടെ വെൽത്ത് മുക്കാനുള്ള കോൺഫിഡൻസ് ഉമർ കിട്ടണം. അതല്ല, നിങ്ങൾ സന്തതി പരമ്പരകൾ അനുഭവിക്കുന്നു. അതൊക്കെ നിങ്ങളും ഞാനും പറയണതല്ലേ. അവന്മാർക്ക് അതിൽ വിശ്വാസമില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഈ രണ്ട് ഭരണത്തിൽ ഉള്ള വ്യത്യാസം, അയ്യപ്പൻ്റെ സാധനവും മലയാളപ്പുഴ ദേവിയുടെ സാധനങ്ങളും മോഷ്ടിക്കാൻ വരുന്ന രണ്ട് കൂട്ടരുണ്ട്. ഒന്ന് അവർ വിശ്വാസികളാണെന്ന് പറയുന്നു ഒരു കൂട്ടർ, ഞാൻ പാർട്ടി പറയുന്നില്ല. മറ്റൊരു കൂട്ടർ ഞങ്ങൾ വിശ്വാസികളെ അല്ല, ഞങ്ങൾക്ക് വിശ്വാസമില്ല, ഇവരൊന്നുമില്ലെങ്കിലും ഞങ്ങൾ വിശ്വാസികളല്ല എന്നങ്ങ് തീരുമാനിച്ചു. അതുകൊണ്ടാണല്ലോ പലരും പോയി ഇങ്ങനെ നിൽക്കണത്, തീർത്ഥം മഞ്ച തറയിലൊഴിച്ചത്. അവർക്ക് വിശ്വാസമില്ല, അവരെ ഞാൻ കുറ്റപ്പെടുത്തില്ല. മറ്റേവർ അയ്യപ്പ സ്വാമി, വീട്ടിൽ അയ്യപ്പൻ്റെ പ്രതിമ മറിച്ച കാറിൽ എല്ലായിടത്തും അവർ പ്രാർത്ഥിക്കണമെന്നറിയാം. അവർക്ക് എന്തായാലും ഇത് വേണം, മോഷ്ടിക്കണം. സ്വാമി ഉപദ്രവിക്കല്ലേ, സ്വാമിക്ക് ഇതൊന്നും ആവശ്യമില്ലല്ലോ, ഞങ്ങളിതൊക്കെ എടുക്കുകയാണ്, ഒന്നും വരരുത്. ഈ രണ്ട് ചിന്താഗതിക്കാരാണ് നമ്മുടെ അമ്പലങ്ങളെ മോഷ്ടിക്കുന്നത്. അതാണ് അതിനകത്തുള്ള ഗതികേട്. തീർച്ചയായും മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ പോലീസും ഇതിനൊക്കെ പുറമെ ഹൈക്കോടതിയും ജാഗരൂകരായിട്ട് നിൽക്കുകയാണ്. ഈ കുറ്റവാളികൾ തീർച്ചയായിട്ടും നിയമത്തിൻ്റെ മുന്നിൽ വരും, അവർ ശിക്ഷിക്കപ്പെടും എന്നത് തന്നെയാണ് വിശ്വാസം. ഇതിനൊക്കെ പുറമെ അദ്ദേഹം പറഞ്ഞതുപോലെ അയ്യപ്പൻ എന്നുള്ളൊരു ശക്തിയുണ്ട്. ആ ശക്തിയുടെ പ്രഭാവത്തിൽ നിന്നും രക്ഷപ്പെടാൻ കുറ്റവാളികൾക്ക് കഴിയില്ല എന്നുള്ളതും വസ്തുതയാണ്. തീർച്ചയായും അന്വേഷണം നല്ല രീതിയിൽ പുരോഗമിക്കട്ടെ, കഴിയുന്നത്ര വേഗം കുറ്റവാളികൾ നിയമത്തിന് മുന്നിൽ വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമസ്കാരം. നമസ്കാരം സർ. നമ്മുടെ വിശ്വാസം നമ്മളെ രക്ഷിക്കട്ടെ.